ഗൈസ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ ഒരു പണി ഇട്ടിരിക്കുകയാണ്. അതായത് രാവിലെ നമ്മളിന്ന് 6 മണിക്ക് എണീക്കാറുണ്ട്. ഇന്ന് 6 മണിക്ക് മുമ്പേ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞൂടെ, അത് ഓപ്ഷനായിട്ടൊക്കെ നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് അച്ഛൻ പറയണത് നമ്മൾ കാര്യടുത്ത് പണി സൈറ്റിൽ കുറച്ച് സ്ഥലമുണ്ട്, അങ്ങനെ അവിടെ കുറച്ച് പണികളുണ്ട്, അങ്ങനെ പോയി വർക്കൊക്കെ തീർത്തിട്ട് വരണമെന്ന്. അങ്ങനെ ഇപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ അതായത് നമ്മൾ പോണ വഴിക്ക് നല്ല ഒരു സ്ഥലം കണ്ടിങ്ങനെ നല്ല മഞ്ഞൊക്കെ ഉള്ള സ്ഥലം, പിന്നെ കുറച്ച് കൃഷികളൊക്കെ ഉള്ള സ്ഥലം. അങ്ങനെ നമ്മൾ നിർത്തി ഇവിടെ ഒന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് നിർത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു പണി സൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഇന്റർലോക്കിന്റെ പണി നടക്കണം. അപ്പോൾ ഇന്റർലോക്കിന്റെ പണി നടക്കുന്ന പറഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ വെള്ളമൊക്കെ വേണ്ടി വരും. ഏകദേശം 5000 ലിറ്റർ വെള്ളം വേണമെന്ന് പറഞ്ഞു. കോൺക്രീറ്റ് ഉണ്ട്. കോൺക്രീറ്റ് ഓൾറെഡി വെള്ളമുണ്ട്, പക്ഷെ അതിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആവശ്യത്തിന് വെള്ളം കാണൂല. അവിടെ നിന്ന് പുതിയ വെളിയിൽ നിന്ന് ടാങ്ക് എന്താ വരും അല്ലേ? ടാങ്ക് വെളിയിൽ നിന്ന് വെള്ളം വരും പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് വെള്ളവും വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അത് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ടാങ്കിന്റെ എക്സ്ട്രാ ടാങ്കിന്റെ ആവശ്യമുണ്ടല്ലേ? 5000 ലിറ്റർ ടാങ്ക് വേണമെന്നൊക്കെ പറയുന്നത് പോയി നോക്കിയാൽ അറിയാം. എക്സ്ട്രാ 2 ടാങ്കിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ടാങ്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ അവിടെ സെറ്റിങ് കാണിച്ചു തരാം ഗൈസ്. നമ്മളിതാ ഈ 2 ടാങ്കാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും 500 ലിറ്ററിന്റെ ടാങ്കാണ്. എത്രത്തോളം ഇതിൻ്റെ അകത്ത് നിൽക്കുമെന്നൊന്നും അറിയില്ല. ഈ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. 2 ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ടാങ്ക് നമ്മൾ തിരിച്ചു വെച്ച് ഈ ഒരു ടാങ്കാണ് കൊണ്ടുപോകണം. കാരണം ആ ടാങ്കിൽ കുറച്ച് കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു. നന്നാക്കി വേണ്ടിയിട്ട് ഒരു ഹിന്ദിക്കാരൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അല്ല ഈ ടാങ്ക് കൊണ്ടുപോകുന്നില്ലല്ലോ. ഈ ടാങ്ക് കൊണ്ടുപോകണല്ലോ. കൊണ്ടുപോകണം 2. ഓക്കെ, അപ്പോൾ 2 കൊണ്ടുപോകും. പല്ലി ലിസാർഡ്. ഹിന്ദിയിൽ എന്ത് പറയും? ചിപ്കല്ലി. ഗൈസ്, അപ്പോൾ പല്ലിയുടെ ഹിന്ദി അറിഞ്ഞിടത്തവരെ കേട്ടോളൂ. ചിപ്കല്ലി എന്നാണ് പല്ലിയുടെ ഹിന്ദി. ഗൈസ്, അങ്ങനെ 2 ടാങ്ക് കയറി സെറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കൊണ്ടവിടെ ഇറക്കണം. ഞാനും ചേട്ടനോട് ബൈക്കിലാണ് പോണത്. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ പണി സൈറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. പണി സൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മളിന്ന് പണി നടത്തുന്നത്. ഇത് ബിൽഡിംഗ് നമ്മളെ സ്വന്തം ബിൽഡിംഗ് ആണ്. പക്ഷേ ഈ ഹോസ്പിറ്റലും ഈ ജിമ്മൊന്നും നമ്മുടെ വേറെ അല്ല, നമ്മൾ റെൻറ്റിന് കൊടുത്തൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ തറ ഉണ്ടായി, തറ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടുത്തെ വർക്ക് തുടങ്ങാൻ പോകണമെന്ന് വെച്ചാൽ തറയിൽ ഇൻ്റർലോക്കിങ്ങിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കുറവാണ്. വെള്ളം കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലിനും ജിമ്മിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടെ ഉള്ളൂ. ഈ 7:30 വെള്ളം വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ 8:30 വെള്ളം ടാങ്കിൽ വെള്ളം കൊണ്ടുവരും എന്ന് പറയാം. അപ്പോൾ ആ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. 7:30 വരും എന്നാണ് പറഞ്ഞത്, ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ നമ്മളെടുത്ത് വെച്ചാൽ ടാങ്കൊക്കെ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ടാങ്കിലൊക്കെ വെള്ളം നിറച്ചിട്ട് നമുക്ക് പോകാം. നമ്മളാണെങ്കിൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല. ഇനി വീട്ടിൽ പോയിട്ടാണോ വല്ലതും കഴിക്കാനും. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിലെ 2ാമത്തെ നിലയിലാണ്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലുകാർ ഇവിടെ 2ാമത്തെ നിലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഇവിടെ നടന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഗൈസ്, ഇതിൻ്റെ മുകളിലാണ് ഇവിടുത്തെ ജിമ്മ്. ആക്സസ് കാർഡൊക്കെ വെച്ചിട്ട് ലോക്കാണ് ഗൈസ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഓണറില്ല. ഓണറുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ടാങ്കിൻ്റെ അകത്ത് നിറച്ച് ഒച്ചും പല്ലിയുടെയൊക്കെ ശല്യമൊക്കെ കാരണം ഫുൾ അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരിത് ക്ലീൻ ചെയ്യുകയാണ്. ഹിന്ദിക്കാരൻ നേരെ ചേട്ടന്മാരുണ്ട് അവിടെ. എൻ്റെ വെള്ളം വരുമെന്നാണ് പറഞ്ഞത്. വെള്ളം ഇതുവരെ ലേറ്റായില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പണിക്കാരൊക്കെ ജോളിയായിട്ട് കളിച്ചിരിക്കുകയാണ്. ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ പോയ കാര്യമൊന്നും നടന്നില്ല. വെള്ളം വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. അവിടെ വെള്ളം കൊണ്ടുവരുന്ന ആരോ മരിച്ചെന്ന് പറഞ്ഞ അവിടെ വന്നില്ല. സ്ഥിരം പരിപാടി തന്നെ. നമ്മള് 7 മണിക്ക് അവിടെ 7 മണിക്ക് വരും എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ 10 മണിയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഏകദേശം 7 മണിക്ക് അവിടെ എത്തിയതാണ്. ഇപ്പോൾ 10 മണി. അപ്പോൾ ഇതുവരെ നമ്മളൊന്നും കഴിച്ചൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പം പോയ കാര്യമൊന്നും നടന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചു തരുന്നത്. സത്യത്തിൽ നമ്മൾ എന്തിനാണ് ഇന്ന് പോയത് അങ്ങോട്ട്? എന്തോ പോയ ഒരു കാര്യം നടന്നില്ല. വെറുതെ പോയിട്ട് വന്ന പോലെ ആയി. പിന്നെ പപ്പ അവിടെ ഇപ്പോൾ ഉണ്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ ജോലിക്ക് പോകാൻ സമയമല്ലേ? എനിക്ക് 1 മണിക്ക് കയറിയാൽ മതി. ജോലിക്ക് പോകാൻ സമയമുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു. എനിക്കും 12 ജോലിക്ക് കയറണം. അതുകൊണ്ടാണ് പിന്നെ അവിടെ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.